ബാക്ക് ടു ബീനാസ് ലേണിംഗ് ക്ലാസ്. 8ാം ക്ലാസ്സിലെ കേരള പാഠാവലിയുടെ അടുത്ത യൂണിറ്റ് ആവും ഞങ്ങൾ കേട്ടോ. ഇനി നമുക്ക് ആനുവൽ എക്സാമിൻ്റെ യൂണിറ്റിൻ്റെ അതിൻ്റെ പേരാണ് വിത്തും വിത്തവും എന്ന് വെച്ചാൽ കൃഷിയെ സംബന്ധിച്ചാണ് ഈ യൂണിറ്റ് പറയുന്നതെല്ലാം കേട്ടോ. അതിൻ്റെ ഒന്നാമത്തെ ചാപ്റ്ററാണ് കപ്പവാട്ടിൻ്റെ കഥ. കപ്പ എന്ന് വെച്ചാൽ എന്തല്ലോ ഓരോ നാട്ടിൽ ഓരോ പേരാണ് പറയുന്നത് കേട്ടോ. ചിലയിടത്ത് മരച്ചീനി എന്ന് പറയും അല്ലേ, ഇവിടെയൊക്കെ ചീനി എന്നാവും ഞങ്ങൾ കേട്ടോ. ചീനി, ചിലയിടത്ത് മരക്കിഴങ്ങ് കേട്ടോ, ഓരോ സ്ഥലങ്ങളിൽ ചിലയിടത്ത് കൊള്ളിക്കിഴങ്ങ് എന്നൊക്കെ നമ്മുടെ മരച്ചീനിയെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ കപ്പ എന്ന് പറയുന്ന ഇത് ഓരോ സ്ഥലത്തും ഓരോ പേരിൽ അറിയപ്പെടുന്നത്. അപ്പം നമ്മുടെ പാഠത്തിൻ്റെ പേര് കപ്പവാട്ടിൻ്റെ കഥ എന്നാണ്. അതിനകത്ത് കുറേ പദപരിചയം ടെസ്റ്റ് ഞാൻ വായിച്ച് നിങ്ങൾക്ക്, കാരണം ഓൾറെഡി നിങ്ങളുടെ കയ്യിൽ ടെസ്റ്റ് ഉണ്ട്, അതുകൊണ്ട് നമുക്കിനി ടെസ്റ്റ് വായിച്ച് സമയം കളയണ്ട. അഥവാ വേണമെങ്കിൽ പറയട്ടോ, ടെസ്റ്റ് ഞാൻ ഒന്ന് വായിച്ചു തരാം. വേണ്ടവരെ കമൻറ്റ് ബോക്സിൽ പറയണേ നിങ്ങളെ. അപ്പോൾ അതിനകത്തിലെ കുറച്ച് ഒരു 5-6 മീനിങ് ഞാൻ പറയും. ഈ ചീനി വിള എന്ന് വെച്ച് കഴിഞ്ഞാൽ മരച്ചീനി സ്ഥിരമായിട്ട് കൃഷി ചെയ്യുന്ന സ്ഥലത്തിനെ ചീനി വിള എന്നാണ് പറയുന്നത്. വിള എന്ന് വെച്ചാൽ ഓരോന്ന് നടന്നതിനെയാണല്ലോ നമ്മൾ വിള എന്ന് പറയുന്നത് അല്ലേ. വിള എന്ന് വെച്ചാൽ എന്താ, ഓരോ നമ്മൾ ധാന്യങ്ങൾ അല്ലേ, ക്രോപ്സ്. അപ്പം ഇവിടെ ചീനി വിള അല്ലേ, മരച്ചീനി സ്ഥിരമായിട്ട് കൃഷി ചെയ്യുന്ന സ്ഥലത്തിന് പറയുന്ന പേരാണ് ചീനി വിള കേട്ടോ. ഇനി വല്ലം എന്ന് വെച്ചാൽ എന്തറിയോ, പണ്ട് ഈ ഓല വെച്ചുണ്ടല്ലോ, നല്ല ഓല വെച്ച് മടഞ്ഞിട്ട് അതിൻ്റെ അടിഭാഗം എല്ലാം കൂടെ കെട്ടി ഒരു വലിയ കുട്ട എന്ന് അതിന് പറയുന്നത് കേട്ടോ. നിങ്ങൾക്ക് ചിലവർക്ക് നിങ്ങളുടെ അമ്മയുടെ ഒക്കെ എടുത്ത് ചോദിച്ചാൽ പറയാൻ പറ്റും, വലിയ കുട്ട കേട്ടോ. വല്ലം എന്നാണ് അതിന് പറയുന്നത്. പിന്നെ നിത്യഭക്ഷണം എന്ന് വെച്ചാൽ എന്നുമുള്ള ഭക്ഷണത്തിനാണ് നിത്യഭക്ഷണം എന്ന് പറയുന്നത്. കോമ്പിനേഷൻ എന്ന് വെച്ചാൽ സംയോജനം എന്നാണ്. സൗഹൃദം എന്ന് വെച്ചാൽ സ്നേഹമാണ്. സഹവർത്തിത്വം എന്ന് വെച്ചാൽ കൂട്ടായ്മ. ഞാൻ ഇത്രയും മാത്രമേ എഴുതിയിട്ടുള്ളൂ. നിങ്ങൾ നമ്മുടെ ടെസ്റ്റിനകത്തിൽ ഇച്ചിരി കട്ടിയായിട്ട് അതിനകത്തിൽ എനിക്ക് തോന്നുന്നു ഇത്രയേ ഉള്ളൂ. കട്ടിയെന്നൊന്നും അല്ല, അതിൻ്റെ ഒരു അർത്ഥം വരുന്നത് കേട്ടോ. ചീനി വിള എന്നൊക്കെ എന്ത് കൊടുത്തിട്ടുണ്ട്. ചീനി വിള എന്ന് വെച്ചാൽ എന്താ, മരച്ചീനി സ്ഥിരമായിട്ട് കൃഷി ചെയ്യുന്ന സ്ഥലത്തിന് പറയുന്ന പേരാണ് ചീനി വിള. ഓക്കെ ആണോ? അപ്പോൾ മീനിങ് അത്രയേ ഉള്ളൂ. ഒന്ന് പദപരിചയം എന്ന് വെച്ച് കഴിഞ്ഞാൽ അത്രയൊന്ന് അറിഞ്ഞിരുന്നാൽ മതി. ഇനി നമുക്ക് അതിൻ്റെ ഇത് എഴുതിയത് ആരാ നിങ്ങൾ ഇത് എഴുതി. അപ്പോൾ അതിനെക്കുറിച്ചൊന്ന് നോക്കാം. ഫസ്റ്റ് ഇത് ഇത്രയും നോക്കണേ. ഇവിടം മുതൽ ഇങ്ങനെ ഇവിടെ വരെ ഞാനതിൻ്റെ ഒരു ഇൻട്രൊഡക്ഷൻ എന്ന് പറഞ്ഞ് അങ്ങ് എഴുതിയേക്കുക കേട്ടോ. എന്ന് വെച്ചാൽ ഏത് ക്വസ്റ്റ്യൻ ആൻസർ ചോദിച്ചാലും നിങ്ങൾക്ക് ഈ ഒരു വരി എഴുതാം. എന്താണെന്ന് വെച്ചാൽ പണ്ടും ഇന്നും മലയാളികളുടെ പ്രിയപ്പെട്ട ഭക്ഷണമാണ് കപ്പ കേട്ടോ. പണ്ടും ഇന്നും മലയാളികളുടെ പ്രിയപ്പെട്ട ഭക്ഷണമാണ് കപ്പ. പക്ഷേ ഇന്നത്തെ തലമുറയ്ക്കൊന്നും കപ്പയോടൊന്നും വലിയ അല്ലേ. ഇപ്പോഴാർക്കെങ്കിലും ബിരിയാണി, മന്തി അല്ലേ, അൽഫാം, ഇതൊക്കെ ഇപ്പോഴത്തെ തലമുറയ്ക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട. ഇപ്പോഴത്തെ തലമുറയുടെ കുട്ടികളുടെ അടുത്ത് എന്താ നിങ്ങൾക്ക് ഇഷ്ടമെന്ന് ചോദിക്കാമെങ്കിൽ എന്താ അവരാദ്യം പറയുന്നത്, എന്താ മന്തി, അൽഫാം, ബിരിയാണി, പൊറോട്ട, ഇല്ലോ നിങ്ങളെ അത് തന്നെയായിരിക്കും പറയുന്നത്. അല്ലാതെ ചീനി, ചേന, കാച്ചിൽ ഇങ്ങനെ ആരെങ്കിലും പറയോ? ഇല്ല. പണ്ടും ഇന്നും എന്ന് പറയുന്നെങ്കിലും ഇന്ന് ആ പണ്ടുള്ളവർ ഇന്നും കുറേ പേര് ഞങ്ങളെ പോലുള്ളവരുണ്ടല്ലോ. മലയാളികളുടെ പ്രിയപ്പെട്ട ഭക്ഷണമാണ് കപ്പ. നല്ല കപ്പ പുഴുങ്ങിയിട്ട് മത്തിയൊക്കെ നല്ലപോലെ അങ്ങോട്ട് വറുത്ത്, അതുപോലെ മുളകൊക്കെ നല്ലപോലെ ഉടച്ചതുണ്ടെങ്കിലുണ്ടല്ലോ, അത് ഞങ്ങളുടെയൊക്കെ ഒരു തലമുറ, അതായത് ഞങ്ങളുടെ ഏജ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു 30-നും ഒരു 50-നും ഇടയിലുള്ള ഏജിലുള്ളവർക്ക് അത് തന്നെയാണ് ഇഷ്ടം. അത് കഴിഞ്ഞുള്ളവർക്കും അതാണ് ഇഷ്ടം. എനിക്ക് തോന്നുന്നു ഒരു 30-ന് താഴെ ഉള്ളവരാണ് കൂടുതലും, പ്രത്യേകിച്ച് കൊച്ചു കുട്ടികൾക്കാണ് ഈ കൂടുതലും പൊറോട്ട, ബിരിയാണി, മന്തി, അൽഫാം അങ്ങനെയൊക്കെ ഉള്ളതിലോട്ട് കയറി പോകുന്നത് അല്ലേ. ബാക്കിയുള്ളവർക്കെല്ലാം ചീനിയും ചേനയും കാച്ചിലും ഇല്ലേ, അങ്ങനെയൊക്കെ ഉള്ളത് തന്നെ നിങ്ങളെ. അപ്പോൾ പണ്ടും ഇന്ന് മലയാളികളുടെ പ്രിയപ്പെട്ട ഭക്ഷണമാണ് കപ്പ. മരച്ചീനി, മരക്കിഴങ്ങ്, കൊള്ളിക്കിഴങ്ങ് എന്നിങ്ങനെ പ്രാദേശികമായ പല പേരിൽ അറിയപ്പെട്ടിരുന്ന മരച്ചീനി പണ്ടുള്ളവർ വാട്ടി ഉണക്കി മഴക്കാലത്തേക്ക് ഭക്ഷണമായിട്ട് വെച്ചിരുന്നു. ഇങ്ങനെ വാട്ടി ഉണങ്ങിയ കപ്പ അതിനെ വാട്ടുകപ്പ എന്നാണ് പറയുന്നത് അല്ലേ. വാട്ടി ഉണക്കിയ വാട്ടുകപ്പയെക്കുറിച്ചാണ് നമ്മുടെ മുരളീധരൻ താഴക്കര, പേര് ഓർത്തോടെ കുഞ്ഞുങ്ങൾ കേട്ടോ, മുരളീധരൻ താഴക്കര പേര്, താഴക്കരയുടെ ഈ പാഠം. നമ്മുടെ പാഠത്തിൻ്റെ പേര് കപ്പവാട്ടിൻ്റെ കഥയെന്നാണ്. പണ്ടും ഇന്നും മലയാളികളുടെ പ്രിയപ്പെട്ട ഭക്ഷണമാണ് കപ്പ. മരച്ചീനി, മരക്കിഴങ്ങ്, കൊള്ളിക്കിഴങ്ങ് എന്നിങ്ങനെ പ്രാദേശികമായിട്ട് പല പേരിൽ അറിയപ്പെടുന്ന മരച്ചീനി പണ്ടുള്ളവർ വാട്ടി ഉണക്കി എന്ന് വെച്ചാൽ ഇത് ഓരോ സീസണിലായി. ഇപ്പോൾ 6 മാസം ചീനിയുണ്ട് കുഞ്ഞുങ്ങളെ, അല്ലെങ്കിൽ ഒരു വർഷത്തേക്കുള്ള 8 മാസം അങ്ങനെയൊക്കെയുള്ള ചീനിയുണ്ട്. അപ്പോൾ ഇത് പിഴുമ്പം നമ്മൾ അതിൻ്റെ എല്ലാം വിളവായി കഴിയുമ്പം നമ്മളൊന്നും ഓരോന്നല്ലല്ലോ പിഴുന്നത്, മൊത്തത്തിൽ ഇങ്ങനെ പിഴുതെടുക്കിയിട്ടുണ്ടല്ലോ. അതിനെക്കുറിച്ച് നമ്മൾ ഇനി അങ്ങോട്ട് പറയാൻ പോകുന്നത്, അതിൻ്റെ ഓരോ കാര്യങ്ങളെക്കുറിച്ചാണ്
അപ്പോൾ ഇപ്പം ഞാൻ പറഞ്ഞുകൊണ്ടും കാര്യമില്ല. ഇങ്ങനെ നമ്മൾ വാട്ടി ഉണക്കിയ വാട്ടുകപ്പയെക്കുറിച്ചാണ് ആര് പറയുന്നത്? മുരളീധരൻ താഴക്കരയുടെ ഈ പാഠം. അപ്പം നമ്മുടെ ഒന്നാമത്തെ ചോദ്യം എന്താ നോക്കിയേ, കപ്പവാട്ട് എന്ന കാർഷിക വൃത്തിയുടെ പ്രാധാന്യം എന്താണെന്നാണ് നമ്മുടെ മുരളീധരൻ താഴക്കര അല്ലെങ്കിൽ നമ്മുടെ ലേഖകൻ ചൂണ്ടിക്കാട്ടുന്നത്. എന്താ നിങ്ങളെ, കപ്പവാട്ട് എന്ന കാർഷിക വൃത്തിയുടെ പ്രാധാന്യം എന്താണെന്നാണ് ലേഖകൻ ചൂണ്ടിക്കാണിക്കുന്നത്. അതായത് ഡിസംബർ ജനുവരി മാസങ്ങൾ മലനാട്ടിലും ഇടനാട്ടിലുമെല്ലാം കപ്പവാട്ടിൻ്റെ കാലമാണ്. ഡിസംബർ ജനുവരി മാസങ്ങൾ മലനാട്ടിലും ഇടനാട്ടിലുമെല്ലാം കപ്പവാട്ടിൻ്റെ കാലമാണ്. അയൽവക്ക ബന്ധവും സൗഹൃദവും കാർഷിക കൂട്ടായ്മയും ഊട്ടിയുറപ്പിച്ചിരുന്ന ഒരു കർമ്മമണ്ഡലമായിരുന്നു ആ നാട്ടിലെ കപ്പവാട്ട്. കേട്ടോ, എന്തൊക്കെയാ? അയൽവക്കം, അങ്ങോട്ട് ഇന്നത്തെ കൂട്ട് പണ്ട് കാലത്ത് ഇങ്ങനെ എന്താ 4 വഴിക്കും അതിലും കെട്ടി ഗേറ്റ് വിട്ടൊന്നും അല്ലായിരുന്നു പണ്ട് കാലത്ത്, അല്ലേ? എന്താ ഓപ്പൺ ഏരിയ. നമ്മളിപ്പോൾ ഒരു 1-1.5 ഏക്കറിനകത്ത് ചിലപ്പോൾ ഒരു വീടാണ് കാണുന്നത്. അപ്പുറത്ത് തൊട്ടപ്പുറത്ത് വീടൊക്കെ നല്ല, അല്ലേ, തെക്കേ വീട്, വടക്കേ വീട്, പടിഞ്ഞാറേ വീട് എന്നൊക്കെ പറയുമ്പോൾ തന്നെ എന്താ ചിലപ്പോൾ ഏതെങ്കിലും ഒരു വീട്ടുകാർക്ക് ചിലപ്പോൾ വഴക്കാണെങ്കിലും ബാക്കി 3 അയൽവക്കം ഉണ്ട്, അല്ലേ? എപ്പോഴും എന്താ നല്ല സൗഹൃദത്തിലായിരിക്കും അവർ. എന്തെങ്കിലും ഉണ്ടെങ്കിൽ എന്താ വടിക്കേക്കാരെയും കിഴക്കേക്കാരെയും തെക്കേക്കാരെയും ഒക്കെ വിളിച്ചാണ് പണ്ടുള്ള ആ ഒരു സൗഹൃദം, അല്ലേ? ഇന്ന് അങ്ങനെയാണോ നിങ്ങളെ? ഇന്നെന്താ 3 മക്കളുണ്ടെങ്കിൽ 3 മക്കൾക്കും വീട് വേണം, അല്ലേ? ഇപ്പം 10 സെൻറ്റ് ആ കുടുംബത്തുള്ളെങ്കിൽ ആ 10 സെൻറ്റിനകത്തിൽ എന്താ ഓരോ മക്കൾക്കും തുല്യമായിട്ട് വീതിച്ചു കൊടുത്ത് അവർക്ക് 3 പേർക്കും വീടാണ്, അല്ലേ? എന്നിട്ടോ തങ്ങളി അങ്ങോട്ടും ഇങ്ങോട്ടും പോകത്തില്ല. ഗേറ്റും, അല്ലേ, 4 വഴിക്കും മതിലും പണിഞ്ഞ് ഗേറ്റ് വിട്ട് 100-ൽ 10% മാത്രമേ ഉള്ളൂ അങ്ങോട്ടും ഇങ്ങോട്ടും എന്താ നല്ല ഇതായിട്ടൊക്കെ പോകുന്നത്. ബാക്കിയുള്ള എല്ലാം എന്താ അങ്ങോട്ടും ഇങ്ങോട്ടും മിണ്ടത്തില്ല. കാരണം അവർക്ക് അതിൻ്റെ ആവശ്യമില്ല. എല്ലാവരും മതിലിനകത്തിൽ, അല്ലേ, ഗേറ്റിനകത്തിൽ ഇരുന്ന്, ഗേറ്റ് എന്ന് വെച്ചാൽ വീട്ടിനകത്ത് തന്നെ ആരും വെളിയിലോട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും വലിയ സഹകരണമൊന്നും ഇന്ന് വലുതായിട്ടൊന്നും ഇല്ല, അല്ലേ? അങ്ങനെയൊക്കെയാണ്. ചുരുക്കം ചിലരേ ഉള്ളൂ, അല്ലേ, കൂടുതൽ സഹകരണമൊക്കെ ഉള്ളത്. ഞാൻ മൊത്തത്തിൽ ഒന്ന് പറഞ്ഞതേ ഉള്ളേ കുഞ്ഞുങ്ങളെ, അല്ലേ? അപ്പോൾ ഇവിടെ എന്താ അന്നത്തെ കാലത്തെക്കുറിച്ചാണ് പറയുന്നത്. അയൽവക്ക ബന്ധവും അതുപോലെ നല്ല സൗഹൃദവും കാർഷിക കൂട്ടായ്മയും ഊട്ടിയുറപ്പിച്ചിരുന്ന ഒരു കർമ്മമണ്ഡലമായിരുന്നു ആ നാട്ടിലെ കപ്പവാട്ട്. എല്ലാവരും ഒത്തൊരുമയോടെ സഹകരിക്കുന്ന ഒന്നായിരുന്നു അത്. എല്ലാവരും ഒത്തൊരുമയോടെ സഹകരിക്കുന്ന ഒന്നായിരുന്നു എന്താ കപ്പവാട്ട് എന്ന കപ്പവാട്ട്. അതിനെക്കുറിച്ച് നമുക്ക് ഇനി അങ്ങോട്ട് ക്വസ്റ്റ്യൻ ആൻസറിൽ പറയാം. ഇപ്പോൾ ഇതിനകത്തിൽ ആകെ 3 വരിയേ ഉള്ളൂ. ഇതൊക്കെ ഒന്ന് മനസ്സിലാക്കണേ. അപ്പം നോക്കൂ, ഞാൻ എൻ്റെ ടെസ്റ്റിനകത്തിൽ ഇതിനെക്കുറിച്ച് വിശദാംശങ്ങൾ നമ്മളോട് ചോദിച്ചിട്ടുണ്ട്, കേട്ടോ. ഒന്നാമത് കപ്പവാട്ടിൻ്റെ ഒരുക്കത്തെക്കുറിച്ച്. ഈ കപ്പവാട്ടിൻ്റെ ഒരുക്കങ്ങൾ എന്തെല്ലാമാണ്? എന്താണ് ഈ കപ്പവാട്ട് എന്ന് വെച്ചാൽ നമ്മൾ ചീനി, അല്ലെ, മരച്ചീനി, മരക്കൊള്ളി, ഇപ്പോൾ പല പേരും പറഞ്ഞു. ഇതിൻ്റെ ഒരുക്കങ്ങൾ എങ്ങനെയാണെന്ന് നോക്കൂ നിങ്ങൾ. ഇവിടെ കപ്പ അല്ലെങ്കിൽ ചീനി എന്തോ ആയിക്കോട്ടെ വിളവെടുപ്പിന് പാകമാകുന്നതോടെ, നല്ലപോലെ അതൊന്ന് മനസ്സിലാക്കണേ. അതിൻ്റെ തുടക്കം എങ്ങനെ? കപ്പ വിളവെടുപ്പിന് പാകമാകുന്നതോടെ മലനാട്ടിലും ഇടനാട്ടിലും കപ്പവാട്ടിനുള്ള ഒരുക്കങ്ങൾ തുടങ്ങും. ആദ്യപടിയായിട്ട് കപ്പ ഉണക്കിയെടുക്കാൻ വിശാലമായ പാറപ്പുറങ്ങൾ തൂത്തുവാരി അവർ വൃത്തിയാക്കുന്നു. ഈ കപ്പ വാട്ടി എന്താ കപ്പ ആ ചുറ്റുവട്ടമുള്ള എല്ലാവരുടെ കൂടി അത് ചിരണ്ടി വെളുപ്പിച്ച് നല്ലതുപോലെ അരിഞ്ഞിട്ട് എന്ത് ചെയ്യും നിങ്ങളെ, നല്ലപോലെ അത് വാട്ടും. എന്ന് വെച്ചാൽ ഇതിനധികം വേവും പറ്റത്തില്ല, എന്നാൽ വേവുകയും വേണം. ആ ഒരു അവസ്ഥയിലാണ്. ഇത് കൂടുതൽ വെന്തും പോകാൻ പറ്റത്തില്ല, എന്നാലും വെന്തോന്ന് ചോദിച്ചാൽ വെന്തെന്ന് ആ ഒരു അവസ്ഥയിലാണ് ഇത് വാട്ടുന്നത്. വാട്ടിയിട്ട് എന്ത് ചെയ്യുന്നു, ആ ചൂടോടെ അത് വെള്ളത്തിലിട്ട് ഒന്നുകൂടെ ഒന്ന് തണുപ്പിച്ചിട്ട് എന്താ നല്ല ഓപ്പൺ വെയിൽ കൊള്ളണ്ടേ, അങ്ങനെ എന്ത് ചെയ്യുന്നു. പണ്ടുള്ള കാലത്ത് എവിടെ ആയിരുന്നു വിരിച്ചിരുന്നത്? വിശാലമായ പാറപ്പുറങ്ങൾ. ഇന്നത്തെ കൂട്ട് വലിയ ടെറസോ അങ്ങനെ ഒന്നും ആർക്കും ഇല്ലേ, ഒന്നുമില്ല. അന്നെന്താ വിശാലമായ പാറപ്പുറങ്ങൾ തൂത്തുവാരി വൃത്തിയാക്കുന്നു. വിളവെടുപ്പിന്റെ തലേ ദിവസം ഈ കപ്പച്ചെടിയുടെ ഇലകൾ ആദ്യമേ അവർ ഒടിച്ചു നിർത്തും. ചീനി പിഴുന്ന സമയത്തെ അതിൻ്റെ തലേന്ന് എന്നിട്ട് ഈ ചീനിയുടെ എല്ലാം അതിൻ്റെ കമ്പെല്ലാം ഇവരങ്ങ് ഇലകളെല്ലാം ഒടിച്ച് നിർത്തും. ഈ കപ്പയുടെ മൂടുകൾ കഴകൾ ഉപയോഗിച്ച്, നമ്മളിപ്പം വലിയ വലിയ ചീനികളൊന്നും നമ്മളിങ്ങനെ മേപ്പോട്ട് പൊക്കിയാൽ അത് പൊങ്ങത്തില്ല കേട്ടോ. കാരണം ഭയങ്കര ചീനിയായിരിക്കും മണ്ണിനടിയിലോട്ട് പോയേക്കുന്നത്. അപ്പം നമ്മൾ ഇന്ന് മേപ്പോട്ട് പൊക്കിയാലൊന്നും അത് പൊങ്ങത്തില്ല. ഇപ്പോൾ 1-2 മൂടാണെങ്കിൽ നമ്മൾ ഉള്ള എനർജി മൊത്തവും കളഞ്ഞിട്ട് മുക്കിയും മൂളിയൊക്കെ എടുത്ത് മേപ്പോട്ട് കൊണ്ടുവരാം, അല്ലേ? പക്ഷേ എന്താ ഒരുപാട് ചീനി ഉണ്ടെങ്കിൽ പറ്റുമോ? ഇല്ല. അപ്പം നമ്മൾ എന്ത് ചെയ്യുന്നറിയോ, കഴ എന്ന് പറയും. കഴ അതിനിടയ്ക്കൂടെ ഈ കമ്പ് വെച്ചെടുക്കുന്നതിന് ഉപയോഗിച്ചാണ് മണ്ണിൽ നിന്നും ഇത് പറിച്ചെടുക്കുന്നത്. സ്ത്രീകള് കപ്പയുടെ തൊലി കളയും കേട്ടോ നിങ്ങളെ. സ്ത്രീകള് കപ്പയുടെ തൊലി കളയും. പുരുഷന്മാർ അത് അരിയുകയും ചെയ്യും. സ്ത്രീകൾ അത് മൊത്തം ഇരുന്ന് ചുരണ്ടി കേട്ടോ അതിൻ്റെ തൊലിയെല്ലാം കളഞ്ഞു കൊടുക്കുമ്പോൾ പുരുഷന്മാർ വന്നിരുന്ന ചുറ്റുവട്ടമുള്ള അവരെല്ലാവരും കൂടെ നല്ല ഒത്തൊരുമയാവും. ഞങ്ങൾ എല്ലാവരും കൂടെ വന്ന് എന്ത് ചെയ്യുന്നു, പുരുഷന്മാരിത് കുറേശ്ശെ അരിയുന്നു.
ചെമ്പിൻ വെള്ളം നിറച്ചിട്ട് പാകത്തിന് വേവിച്ചെടുക്കുന്ന പ്രക്രിയ അതീവ ശ്രദ്ധയോടെയാണ് നിർവഹിക്കുന്നത്. ഞാനിപ്പോൾ പറഞ്ഞില്ലയോ, അത് വേവിക്കാൻ വെച്ച് കഴിയുമ്പോൾ ഉണ്ടല്ലോ, അത് നല്ല ശ്രദ്ധയോടെ വേണം നോക്കാൻ. എന്ന് വെച്ചാൽ വേവ് കൂടുകയോ കുറയുകയോ ചെയ്താൽ അത് വാട്ടുകപ്പയുടെ രുചിയെയും ഗുണത്തെയും ബാധിക്കും എന്നാണ്. കൂടുതൽ വെന്തളിഞ്ഞു പോയാലേ പിന്നെ അത് കൊള്ളത്തില്ല അല്ലേ. എന്നാൽ വേവാതിരുന്നാലും പറ്റത്തില്ല, പച്ചയ്ക്ക് പറ്റുമോ? ഇല്ല. അപ്പോൾ അതിൻ്റെ ഇടകലർന്ന ഒരു അവസ്ഥയുണ്ട്. അത് നമ്മളിങ്ങനെ നോക്കിയിരിക്കണം. അതാ പറഞ്ഞത്, ചെമ്പിൽ വെള്ളം നിറച്ച് പാകത്തിന് വേവിച്ചെടുക്കുന്ന പ്രക്രിയ അതീവ ശ്രദ്ധയോടെയാണ് നോക്കുന്നത്. അതിനുവേണ്ടി തന്നെ രണ്ടുപേരെ നിർത്തും, ഇതിൻ്റെ ആ പരുവം നോക്കി എടുക്കാൻ. അപ്പോൾ ഫസ്റ്റ് നമ്മളോട് ചോദിച്ചാൽ കപ്പവാട്ടിൻ്റെ ഒരുക്കം എന്താണ്? മനസ്സിലായോ? കപ്പ വിളവെടുപ്പിന് പാകമാകുന്നതോടെ മലനാട്ടിലും ഇളനാട്ടിലും കപ്പവാട്ടിനുള്ള ഒരുക്കങ്ങൾ തുടങ്ങും. ആദ്യപടിയായിട്ട് കപ്പ ഉണക്കിയെടുക്കാൻ വിശാലമായ പാറപ്പുറങ്ങൾ തൂത്തുവാരി വൃത്തിയാക്കുന്നു. ഈ വിളവെടുപ്പിന്റെ തലേ ദിവസം ഈ കപ്പച്ചെടിയുടെ ഇലകളെല്ലാം ഇവരെ ഒടിച്ചു നിർത്തും. കപ്പയുടെ മൂടുകൾ എന്ത് ചെയ്യുന്നറിയോ? കഴകൾ ഉപയോഗിച്ചാണ് ഇവർ മണ്ണിൽ നിന്നും പറിച്ചെടുക്കുന്നത്. സ്ത്രീകള് കപ്പയുടെ തൊലികളെ, പുരുഷന്മാരെന്തോ അത് അരിയുകയും ചെയ്തു. ചെമ്പിൽ വെള്ളം നിറച്ച് പാകത്തിന് വേവിച്ചെടുക്കുന്ന പ്രക്രിയ അതീവതയോടെയാണ് നിർവഹിക്കുന്നത്. വേവ് കൂടുകയോ കുറയുകയോ ചെയ്താൽ അത് വാട്ടുകപ്പയുടെ രുചിയെയും ഗുണത്തെയും ബാധിക്കും എന്നുകൂടി അറിയണം. ഇത്രയുള്ള ആ ഒന്നാമത്തെ കേട്ടോ. നല്ലപോലെ കഥയല്ലേ, നല്ലപോലെ വായിച്ച് ഇപ്പം തന്നെ നിങ്ങൾ കുറേയൊക്കെ പഠിച്ചില്ലേ. ഇനി രണ്ടാമത് അവർ ചോദിച്ചത് കൂട്ടായ്മയുടെ ഉത്സവം എന്ന് പറയുന്നത് എന്തുകൊണ്ടാണ് കേട്ടോ. കൂട്ടായ്മയുടെ ഉത്സവം, നിങ്ങളിത് നമ്പരൊന്നും ഇല്ല, ഇത് ടെസ്റ്റ് നടത്തി ഇങ്ങനെ ചോദിച്ചിരിക്കുക. എന്താ കുഞ്ഞുങ്ങളെ കൂട്ടായ്മയുടെ ഉത്സവം? അത് കേൾക്കുമ്പോഴേ അറിയാം, എല്ലാവരും കൂടെ കൂടി അല്ലേ. കപ്പ വാട്ടുന്നത് ഒരു കൂട്ടായ്മയുടെ ഉത്സവമാണ്. കുടുംബത്തിലുള്ളവരും അരയ്ക്കാൻ നോക്കിയേ, കുടുംബത്തിലുള്ളവരും അയൽ വീട്ടുകാരും ഉത്സവത്തിൽ ഒത്തുചേരും. ആരും അവിടെ കാഴ്ചക്കാരല്ല. ഇപ്പം അപ്പുറത്തൊന്നും ആരെങ്കിലും വന്നു കഴിഞ്ഞാൽ അവരിങ്ങനെ കാഴ്ചക്കാരായിട്ട് നോക്കില്ല. അവനവനെ കൊണ്ട് ആവുന്ന ജോലി അവരവിടെ ചെയ്യും അല്ലേ. എല്ലാവരും ആവുന്നത്ര ജോലി അവിടെ ചെയ്യുന്നുണ്ട്. ഒരു കാർഷിക പാരസ്പര്യത്തിൻ്റെ ഉത്സവമാണ് ഈ കപ്പവാട്ട് ഉത്സവം എന്ന് പറയുന്നത്. പാറ ഒരുക്കുന്നതും കപ്പ പിഴുതു കൊണ്ടുവരുന്നതും തൊലി കളഞ്ഞ് അരിഞ്ഞ് വാട്ടി ഉണക്കുന്നതുമെല്ലാം എല്ലാവരും കൂടെ കൂടിച്ചേർന്നാണ്. അതുകൊണ്ടാണ് അതിനെ കൂട്ടായ്മയുടെ ഉത്സവം എന്ന് പറയുന്നത്. എളുപ്പമല്ലേ, വായിക്കാൻ പറ്റുന്നുണ്ടല്ലോ. ഓക്കെ, അടുത്ത മഴ വരുമ്പോഴുള്ള ഒത്തുചേരൽ. ഇനി ഇത് ഇവർ ഈ വലിയ അല്ലേ പാറയുടെ വിശാലമായ പാറപ്പുറങ്ങളിൽ തൂത്തുവാരി അവിടെയാണ് ഇത് കൊണ്ടുവന്ന് നിരത്തുന്നത് ഉണങ്ങാൻ വേണ്ടി അല്ലേ. മഴയെങ്ങാനും പെട്ടെന്നെങ്ങാനും ഒന്നും വന്നാൽ ആലോചിച്ച് നോക്കിയേ, ഒന്നോ രണ്ടോ പേര് ചെന്നിരുന്ന് കൈകൊണ്ട് ഇങ്ങനെ വാരിയ പാറയല്ലേ, നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ? തൂത്തുവാരാൻ നമ്മൾ പറ്റുമോ നിങ്ങളെ? എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന് നല്ല ചൂല് വേണം അല്ലേ. നമ്മൾ വീട്ടിൽ മുറ്റത്തൊക്കെ തൂക്കുന്ന ചൂലതി പറ്റത്തില്ലല്ലോ, ചീനി. അപ്പോൾ അതിനൊക്കെ അതുപോലെ കെയറിങ് ആയിരിക്കണം. കപ്പവാട്ട് സീസണിൽ അപ്രതീക്ഷിതമായിട്ട് മഴ പെയ്യുമ്പോൾ മലനാട്ടിലെ കർഷകരുടെ യഥാർത്ഥ ഒത്തൊരുമ അന്നേരമാണ് അവിടെ വെളിവാകുന്നത്. അതായത് പാറപ്പുറത്ത് ഉണങ്ങാനിട്ടിരിക്കുന്ന കപ്പ നനയാതെ സംരക്ഷിക്കുക എന്നത് വലിയ ഒരു വെല്ലുവിളിയാണ് കേട്ടോ, വലിയൊരു വെല്ലുവിളിയാണ്. മഴയുടെ ലക്ഷണങ്ങൾ കാണുമ്പോൾ തന്നെ അവിടെ ആരെങ്കിലും ഇപ്പം നമ്മളിപ്പം മഴ ഓടി വരത്തൊന്നുമില്ലല്ലോ, ആദ്യമേ ഒരു കോളൊക്കെ കണ്ടിട്ടല്ലേ. അപ്പം ആ മഴയുടെ ലക്ഷണങ്ങൾ കാണുമ്പോൾ തന്നെ ആരെങ്കിലും അവിടെ നിന്ന് ഉച്ചത്തിൽ കൂകി വിളിച്ച് മറ്റുള്ളവരെ അറിയിക്കുന്നു. മഴ വരുന്നുണ്ടേ എന്നിങ്ങനെ വിളിക്കും അല്ലേ. ഈ വിളി കേൾക്കുന്നതോടെ ജാതി മത ഭേദമന്യേ ആ നാട്ടുകാരൊന്നടങ്കം ഈ പാറപ്പുറത്തേക്ക് ഓടിയെത്തും. മനസ്സിലായോ? അന്നത്തെ ആ ഒത്തൊരുമയെ കുറിച്ച് അറിഞ്ഞിങ്ങളെ. ഇന്ന് അത് വല്ലതും ഉണ്ടോ? എവിടെ? അവൻ്റെ നനയുമെങ്കിൽ അത്ര അവൻ്റെ കിടന്ന് നനയട്ടെ ഇല്ലയോ? ഇന്നത്തെ ചിന്താഗതി അതെയാ. അവൻ്റെ അവിടെ കിടന്ന് നനയട്ടെ ഇല്ലയോ? ഈ വിളി എന്താ കുഞ്ഞുങ്ങളെ, പണ്ടുള്ള കാലത്ത് അങ്ങനെ ഒന്നുമല്ല. മഴയുടെ ലക്ഷണങ്ങൾ കാണുമ്പോൾ തന്നെ ആരെങ്കിലും ഉച്ചത്തിൽ കൂകി വിളിച്ചിട്ട് മറ്റുള്ളവരെ അത് അറിയിക്കുന്നു. ഈ വിളി ആരൊക്കെയാണോ കേൾക്കുന്നത് അവരവിടെ ജാതി ഹിന്ദുവെന്നോ മുസ്ലിമെന്നോ ക്രിസ്ത്യൻസോ അങ്ങനെ ഒന്നുമില്ല. എല്ലാവരും കൂടെ വന്ന് ഒന്നടങ്കം ആ പാറയുടെ മണ്ടയ്ക്ക് ഓടിയെത്തും. സ്വാർത്ഥതയില്ലാത്ത ഈ സ്നേഹബന്ധം ആപത്ഘട്ടങ്ങളിൽ മനുഷ്യർ എങ്ങനെ ഒന്നിക്കണം എന്നതിൻ്റെ വലിയൊരു പാഠമാണ് കേട്ടല്ലോ. ഇനി അടുത്തത് കൂട്ടായ്മയുടെ ഇന്നത്തെ അവസ്ഥ എന്താണ്? അത്രയേ ഉള്ളൂ അല്ലേ. കൂട്ടായ്മയുടെ അതോടെ ഉള്ളൂ കുഞ്ഞുങ്ങളെ. കൂട്ടായ്മയുടെ ഇന്നത്തെ അവസ്ഥ എന്താണ്? അതായത് ഇന്ന് ഇത് വല്ലതും ഉണ്ടോ? ഇല്ല. ഈ ചീനിയും ചേനയും ചേമ്പും ഒക്കെ വെച്ചത് അത് കഴിഞ്ഞപ്പോഴാണ് ഈ റബ്ബർ വന്നത്. റബ്ബർ വന്നപ്പോൾ
എല്ലാവരും വിചാരിച്ച് ഈ ചീനിക്കാങ്കി പിഴണം, ഉണക്കണം, പാട്ട ഈ പാടൊന്നുമില്ല. റബ്ബർ വെച്ച് കഴിഞ്ഞാൽ എന്താ, റബ്ബർ ഷീറ്റ് നല്ല കാശ അല്ലേ. എല്ലാവരും എന്ത് ചെയ്തു, ഇങ്ങനെയുള്ള വിളവെല്ലാം എടുത്തു കളഞ്ഞിട്ട് ഒരറ്റത്ത് ഊന്ന് റബ്ബർ വെക്കാൻ തുടങ്ങി അല്ലേ. ഈ റബ്ബർ എന്ന അത്ഭുത വിള വന്നതോടെ നമ്മുടെ മരച്ചീനിയുടെ കൃഷി കുറഞ്ഞു വന്നു. ഇപ്പോൾ മലനാടുകളിൽ വളരെ ചെറിയ രീതിയിൽ മാത്രമേ കപ്പ വാട്ടി ഉണക്കാറുള്ളൂ കേട്ടോ. പഴയതുപോലെ അവിടെ ആരവങ്ങളില്ല, അണിയറ പ്രവർത്തനങ്ങളും ഒന്നും ഇല്ല ഇന്ന് ഇല്ലേ. ഇന്ന് വലിയതായിട്ട് എന്താ ഒത്തുചേരലും അവിടെ കുറവാണ് എന്നാണ് പറയുന്നത്. ഇന്നത്തെ അവസ്ഥ എന്താണെന്ന് ഇന്നിപ്പോൾ ആർക്കെങ്കിലും സമയമുണ്ടോ? അപ്പുറത്തെ വീട്ടിൽ കുറേ ചീനി പിഴുതിട്ടുണ്ട്, ബാ നമുക്കെല്ലാം കൂടെ പോകാമെന്ന് പറഞ്ഞാൽ സമയമുണ്ടോ? കാരണം ഇപ്പുറത്തെ എന്താ അതിനെക്കാട്ടി ജോലി, എന്തെങ്കിലുമൊക്കെ ജോലി കഴിഞ്ഞിട്ട് ചിലപ്പോൾ രാത്രി 7 മണിക്കോ 6:30 ഒക്കെ ആയിരിക്കും വരുന്നത് അല്ലേ. വീട്ടിൽ വന്നു കഴിഞ്ഞാലോ അപ്പുറത്തുകാർക്ക് പോകാൻ പറ്റുമോ? നമ്മുടെ വീട്ടിൽ വന്ന് നമ്മൾ കുളിച്ചു, പിന്നെ രാത്രിയിലത്തേക്കുള്ള ഫുഡ് തയ്യാറാക്കി, അല്ല എന്തെല്ലാം ആ ജോലികളാണ് അല്ലേ. അങ്ങോട്ട് നോക്കുന്നതെല്ലാം നമുക്ക് നേരം ജോലിയാണ്. അപ്പം വല്ലവൻ്റെ വീട്ടിൽ പോയിരിക്കാൻ പറ്റുമോ? അല്ല, ഇന്ന് അതൊക്കെ അങ്ങ് മാറി അല്ലേ. ഇയാളപ്പം ഞാൻ വന്നില്ലെങ്കിൽ ഇങ്ങോട്ട് വരത്തില്ലെന്നെല്ലാം ഉള്ളോ ഇല്ലയോ, ഇങ്ങനെയൊക്കെയുള്ള ചിന്താഗതിയാണ് ഇല്ലയോ നിങ്ങളെ. അപ്പോൾ പഴയതുപോലെ ആരവങ്ങളും അണിയറ പ്രവർത്തനങ്ങളും ഒന്നും ഇന്ന് ഇല്ല. ഇന്ന് ഒത്തുചേരലും കുറവാണ്. ഇതാണ് നമ്മുടെ ചാപ്റ്ററിൻ്റെ പേരെന്താ, ചീനിവിള അല്ലേ, കപ്പവാട്ടിൻ്റെ കഥ എന്ന് പറയുന്നത്. ഈ കഥ നിങ്ങൾ നല്ലപോലെ അങ്ങ് വായിക്കണം കേട്ടോ. ഇതിനകത്തിൽ പോസ്റ്റർ തയ്യാറാക്കാനും ഒക്കെ ആവും നിങ്ങൾ കേട്ടോ. പോസ്റ്റർ സെമിനാറും പോസ്റ്ററും ഒക്കെ തയ്യാറാക്കാനാണ്, സ്വന്തമായിട്ട് എഴുതാനാണ് കൊടുത്തിരിക്കുന്നത്. സെമിനാർ തയ്യാറാക്കാൻ പത്രവാർത്തയും സെമിനാറും ഒക്കെയാണ്. അതൊക്കെ ഒട്ടും അറിയാൻ വയ്യാത്തൊരു കമൻറ്റ് പറയാൻ ഞാനത് ഇട്ട് തരാം. സ്വന്തമായിട്ടത് ഇപ്പോൾ ഒരാൾ എഴുതിയത് കണ്ട് അങ്ങനെ എഴുതുകയല്ല ഇത് കേട്ടോ. സ്വന്തമായിട്ട് എഴുതുകയാണ്. അതെല്ലാം അറിയാൻ വയ്യാത്തവർ ഈ പാഠം നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ എന്നൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് പറയാം നിങ്ങൾ കേട്ടോ. മനസ്സിലായെങ്കിൽ ലൈക്ക്, ഷെയർ, കമൻറ്റ്, സബ്സ്ക്രൈബ്, ഹൈപ്പും ഒക്കെ ചെയ്യണേ. എൻ്റെ കുഞ്ഞുങ്ങൾ ഓക്കെ ആണല്ലോ. ഓക്കെയാണ്. നമ്മുടെ മാത്സ് ഇങ്ങനെ ഓരോന്ന് എടുത്തുകൊണ്ടിരിക്കുകയാണ്. സയൻസിൻ്റെയും സോഷ്യലിൻ്റെയും നിങ്ങൾ എൻ്റെ ചാനൽ എടുത്താൽ മതി. നിങ്ങൾക്ക് എന്തൊക്കെ വേണോ അതെല്ലാം അതിനകത്ത് കിടപ്പുണ്ട് കേട്ടോ. എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ കമൻറ്റ് പറഞ്ഞാൽ അത് നിങ്ങൾ എന്നെ കൊണ്ട് ഒക്കുന്ന സമയത്തൊക്കെ ഞാനത് മെയിൻറ്റെയിൻ ചെയ്ത് പോകുന്നുണ്ട് കേട്ടോ. ഓക്കെ നിങ്ങളെ, താങ്ക് യു.